ഷോപ്പിംഗ് കോംപ്ലക്സ് കം ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയിൽ നിർമ്മാണത്തിനായി വായ്പയെടുക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. ഇതേ ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തത്. കട്ടപ്പന നഗരസഭ ഓഫീസിന് മുൻവശത്തുള്ള ഗ്രൗണ്ടിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുവാൻ നഗരസഭ ഒരുങ്ങുന്നത്. ഈ വിഷയം ഇന്ന് നഗരസഭാ കൗൺസിലിൽ അജണ്ടയ്ക്ക് എടുത്തപ്പോഴാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് തങ്ങൾ എതിരില്ലെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. എന്നാൽ ഇതിന്റെ ഭാഗമായി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചാൽ നഗരസഭയ്ക്ക് കീഴിൽ പൊതുപരിപാടികൾ, മറ്റ് കായിക വിനോദ പരിപാടികളടക്കം നടത്തുവാനുള്ള ഒരിടം നഷ്ടമാകുമെന്നാണ് ഇവർ പറയുന്നത്. ഇന്ന് കൂടിയ കൗൺസിൽ യോഗത്തിൽ, അതായത് 6/3/2020 കൂടിയ കൗൺസിൽ യോഗത്തിൽ 15-ാം നമ്പർ അജണ്ടയായി വന്ന ഇൻഡോർ സ്റ്റേഡിയം ഷോപ്പിംഗ് കോംപ്ലക്സ് അമർജവാൻ റോഡ് സൈഡ് 8 എന്ന അജണ്ട വളരെ ബുദ്ധിപൂർവ്വം ഇൻഡോർ സ്റ്റേഡിയം ഭരണസമിതി അംഗങ്ങളെ മുഴുവൻ മണ്ടന്മാരാക്കിക്കൊണ്ട് നടത്തുന്നതിന് വേണ്ടി ഭരണസമിതി നടത്തിയ നീക്കമാണ്. പ്രതിപക്ഷത്തിന്റെ ഔദ്യോഗികമായ ഇടപെടൽ ഭരണകക്ഷി തന്നെ എതിർപ്പ് മൂലം അത് ഒഴിവാക്കുന്നതിന് സാധിച്ചു. നിലവിൽ സ്റ്റേഡിയവും ഷോപ്പിംഗ് കോംപ്ലക്സും പണിയുവാൻ 9 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. വിഷയത്തിൽ പ്രതിപക്ഷമായ BJPയുടെ നിലപാട് ഇങ്ങനെയാണ്: ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് തങ്ങൾ എതിരല്ല, എന്നാൽ ഇൻഡോർ സ്റ്റേഡിയം പണിതാൽ വളരെയധികം പരിമിതികളെ നേരിടേണ്ടി വരും. ഇതിനാൽ ഇൻഡോർ സ്റ്റേഡിയം പണിയാനുള്ള തീരുമാനത്തിൽ നിന്ന് നഗരസഭാ ഭരണസമിതി പിന്മാറണമെന്ന് BJP കൗൺസിലർമാർ പറഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചാൽ നമുക്കറിയാം, അതിൻ്റെ ഗ്യാലറി മറ്റ് സംവിധാനങ്ങൾ കഴിയുമ്പോൾ പാർക്കിങ്ങിന് സ്ഥലം അപര്യാപ്തമാണ്. അത് തന്നെയല്ല, ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഒരു സൗകര്യം കിട്ടാനുള്ള ഇടസൗകര്യം നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഗ്രൗണ്ടിൽ. വിഷയവുമായി ബന്ധപ്പെട്ട നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി പറയുന്നത് ഇങ്ങനെ: പദ്ധതി 2 കൊല്ലം മുമ്പ് പദ്ധതി രൂപീകരിച്ച് കൗൺസിൽ പാസ്സാക്കി DPC അംഗീകരിച്ച് അത് പ്രോജക്റ്റ് വാങ്ങിയിട്ടുള്ളതാണ്. ആ സമയത്ത് ഒരു പ്രതിപക്ഷ കൗൺസിലർമാർക്ക് ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. ആരും ഒരു ഡിസെൻഡിങ് രേഖപ്പെടുത്തിയിട്ടില്ല, ഒരു ഡിസെൻഡിങ്ങും ഇല്ല ആ സമയത്ത്. അതിനുശേഷം KURDFCയിൽ നിന്ന് ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി അന്ന് നമ്മൾ 8 കോടി രൂപ ലോൺ എടുക്കാനാണ് തീരുമാനിച്ചത്. ആ 8 കോടി രൂപ ലോൺ എടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയർമാനും സെക്രട്ടറിയും ഇവിടെ വന്ന സമയത്താണ് പ്രതിപക്ഷ മെമ്പർമാർ ഞങ്ങൾക്ക് ഈ പദ്ധതിയുമായി വിയോജനമുണ്ട് എന്ന് അറിയിക്കുകയും അതിനുശേഷം വന്ന കൗൺസിലുകൾ അവർ വിയോജനം അറിയിച്ചിട്ടുണ്ട്. 19 അജണ്ടകളായിരുന്നു ഇന്ന് കൗൺസിലിന് മുമ്പാകെ ഉണ്ടായിരുന്നത്. കട്ടപ്പന നഗരസഭാ പരിധിയിലെ ജലാശയങ്ങൾ മലിനമാക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഹെൽത്ത് സൂപ്പർവൈസറെ യോഗം ചുമതലപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.